വേണ്ടിയുള്ള പിന്തുണ നിങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ ഉറപ്പു പറയുന്നു, നാളുകളിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ പേരിൽ ഒരുപാട് ചരിത്രങ്ങൾ കുറിക്കപ്പെടും. രാജ്യത്തിന്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാകും, ചരിത്രത്തിന്റെ ഭാഗമാകും. പക്ഷേ അന്ന് വയനാട്ടുകാർക്ക്, വണ്ടൂർക്കാർക്ക്, മമ്പാട്ടുകാർക്ക് അഭിമാനിക്കാൻ കഴിയും. ആ ചരിത്രത്തിന് തുടക്കമാകുന്നത് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടിന്റെയും പിന്തുണയാണ്, കരുത്താണ് എന്ന് നമുക്ക് ഭാവിയിൽ പറയാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമുക്ക് യഥാർത്ഥത്തിൽ 3:30 മണിക്കാണ് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും 3 മണിക്ക് തന്നെ അവരിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നേരത്തെ തന്നെ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നൽകിയത് നമ്മുടെ വണ്ടൂർ നിയോജക മണ്ഡലമാണ്. അതിൽ 10,000-ലധികം വോട്ടുകൾ സംഭാവന ചെയ്തത് മമ്പാട് പഞ്ചായത്താണ്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിലും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നൽകാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. വോട്ടെണ്ണുന്ന 23-ാം തീയതി ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ അതിൽ 1-ാം സ്ഥാനത്ത് വണ്ടൂരുണ്ടാവണം. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ആ 1-ാം സ്ഥാനത്ത് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് നൽകുന്ന പഞ്ചായത്ത് മമ്പാട് പഞ്ചായത്താക്കി മാറ്റണം. അതിനുവേണ്ടി കൂടി പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏറെ ആരാധ്യയായ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. My dear sisters and brothers, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, I have been here for 2 days and I can tell you without any hesitation, I have never got so much love as I have got in these 2 days. ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് 2 ദിവസങ്ങളാവുന്നു. എനിക്ക് ഒരു മടിയുമില്ലാതെ നിങ്ങളോട് പറയാൻ സാധിക്കും, ഈ 2 ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയ അത്രയും സ്നേഹം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് നിങ്ങളോട് പറയാൻ സാധിക്കും. I feel that this is a reflection of how much you love my brother. ഞാൻ കരുതുന്നത് ഇത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ സഹോദരനെ എത്രമാത്രം സ്നേഹിക്കുന്നു ആ സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനമാണെന്ന് ഞാൻ കരുതുന്നു. And also a reflection of how much you believe in what he stands for. എന്റെ സഹോദരൻ എന്തിനു വേണ്ടി നിലനിൽക്കുന്നുവോ അതിൽ നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നതിന്റെ പ്രതിഫലനം കൂടിയാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം. Long before anybody else recognized the truth about my brother, you did. ഈ ലോകത്തെ എന്റെ സഹോദരനെ കുറിച്ചുള്ള സത്യം മറ്റാരും മനസ്സിലാക്കുന്നതിനു മുമ്പ് നിങ്ങൾ തിരിച്ചറിഞ്ഞു. There was such a massive campaign to tarnish his reputation and to tell lies about him that many people believed it. I think an ambulance is passing. Just make place. Please make place. वही मारी कोड़कने ambulance. Move that car. Okay. Thank you. Thank you. എന്റെ സഹോദരനെ കുറിച്ച് ഒരുപാട് നുണകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്നതിന് വേണ്ടി ഒരു വലിയ പ്രചരണം തന്നെ നടക്കുകയുണ്ടായി. So I was saying that there was a very big campaign. ഞാൻ പറയുകയായിരുന്നു, അത് ശരിക്കും പറഞ്ഞ വലിയൊരു പ്രചരണമായിരുന്നു. BJP put a lot of resources, a lot of money into it. അങ്ങനെ ഒരു പ്രചരണം, എന്റെ സഹോദരനെതിരെ പ്രചരണം നടത്തുന്നതിന് വേണ്ടി BJP ഒരുപാട് വിഭവങ്ങളും ഒരുപാട് പൈസയും ചെലവഴിച്ചു. And they spread a lot of lies about my brother. എന്റെ സഹോദരനെ പറ്റി അവർ ഒരുപാട് നുണകൾ പറഞ്ഞു പരത്തി. But at that very time when many people were believing those lies, you chose to believe in him. ആ സമയത്ത് BJP അദ്ദേഹത്തെ കുറിച്ച് നടത്തിയ നുണപ്രചരണം പലരും വിശ്വസിച്ചപ്പോൾ നിങ്ങൾ അതിലുപരിയായി എന്റെ സഹോദരനിൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറായി.
You stood by him and you gave him the courage and the strength to keep standing for what he believed in and to keep fighting for the truth. നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു, നിങ്ങൾ അദ്ദേഹത്തിന് സ്നേഹം നൽകി. അദ്ദേഹം എന്തിൽ വിശ്വസിച്ചു അതിനുവേണ്ടി പോരാടാനുള്ള ധൈര്യവും കരുത്തും നിങ്ങൾ അദ്ദേഹത്തിന് നൽകി. He walked for 4,000 kilometers across India from Kanyakumari to Kashmir, and in every step that he walked there was your step along with his. അദ്ദേഹം കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ 4000 കിലോമീറ്റർ അദ്ദേഹം നടന്നു. അദ്ദേഹം വെച്ച ഓരോ ചുവടിലും അദ്ദേഹത്തിനൊപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുവടുകൾ ഉണ്ടായിരുന്നു. Since the beginning of mankind, whoever has fought against forces of evil, whoever has fought for the truth, has fought a very difficult battle. നിങ്ങൾക്കറിയാം, മനുഷ്യരാശിയുടെ തുടക്കം മുതൽ തന്നെ ആരാണോ സത്യത്തിന് വേണ്ടി പോരാടിയത്, ആരാണോ വലിയ വലിയ ശക്തികൾക്കെതിരെ പോരാടിയത്, അവർ വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. I am proud and deeply honored to be the UDF candidate from Wayanad today. ഇന്ന് വയനാട്ടിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. അതുമാത്രമല്ല, എനിക്ക് വളരെയധികം വലിയ ആദരമായി ഞാൻ അതിനെ കണക്കാക്കുന്നു. Because right from the beginning of our history as a nation, you, the people of Wayanad, have fought for what is right. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ചില ജനങ്ങൾ എന്താണോ ശരി അതിനു വേണ്ടി പോരാടിയിട്ടുള്ളവരാണ്. You stood up against the British. നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നു. And even today you stand up against those who are trying to destroy our democracy. നമ്മൾ ഇന്നും ഈ രാജ്യത്തെ ജനാധിപത്യത്തെ നശിപ്പിക്കുന്നവർക്കെതിരെ നിങ്ങൾ ഇന്നും ധൈര്യത്തോടു കൂടി നിൽക്കുകയാണ്. You shine as a beacon for the whole of the country to see. ഈ രാജ്യത്തിന് മുഴുവൻ പ്രകാശഗോപുരമായി, ഒരു ദീപസ്തംഭമായി ഈ നാട്ടിലെ ജനങ്ങൾ തിളങ്ങുകയാണ്. You are Hindus, Muslims, Christians, all living together peacefully, all progressing together. ഇവിടെ നിങ്ങൾ ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. എല്ലാവരും സമാധാനത്തോടു കൂടി, എല്ലാവരും സമൃദ്ധിയോടുകൂടി ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന ജനങ്ങളാണ് നിങ്ങൾ. And that is what India truly stands for. യഥാർത്ഥത്തിൽ അതാണ് ഇന്ത്യ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുന്നത്. അതാണ് എല്ലാവരും ഒരുമിച്ച് പോകുന്നതാണ്. The teachings of the Gita, the teachings of the Holy Quran, the teachings of the Bible, they were the basis of our freedom fight. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭഗവത്ഗീതയുടെ, വിശുദ്ധ ഖുർആന്റെ, ബൈബിളിലെ പഠനങ്ങളും ആശയങ്ങളുമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് അടിത്തറ നൽകിയത്. Mahatma Gandhi embodied them. ഈ മൂല്യങ്ങളുടെ രൂപവൽക്കരിച്ചത്, അതിനെ ഉൾക്കൊണ്ടത് മഹാത്മാഗാന്ധിയാണ്. And we became probably one of the first nations in the world to have a revolution which was completely non-violent. നമ്മൾ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമാണ് എവിടെ പൂർണ്ണമായിട്ടും അഹിംസയിൽ ഊന്നിയ ഒരു വിപ്ലവം നടന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ്. And that remains the true essence of our nationhood. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ, ദേശത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, സാരാംശം എന്ന് പറയുന്നത്, കാതൽ എന്ന് പറയുന്നത് അഹിംസയിൽ ഊന്നിയ ആ വിപ്ലവമാണ്. And yet all across India for the last 10 years we have seen a new kind of politics. പക്ഷേ ഈ രാജ്യത്തെ കഴിഞ്ഞ 10 വർഷങ്ങളായി രാജ്യം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമാണ്. A politics that thrives on and succeeds to divide people. ഒരു രാഷ്ട്രീയം ജനങ്ങളെ വിഭജിച്ച് അതിൽ വളരുന്ന, വിജയിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. A politics that teaches you to be afraid of your brothers and sisters, to hate them, to be angry at them. നിങ്ങളുടെ സഹോദരന്മാരെ ഭയപ്പെടാനുള്ള, നിങ്ങളുടെ സഹോദരന്മാരെ വെറുക്കാനുള്ള, അവരോട് ദേഷ്യം കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. A politics that works only for a handful of rich business people, the friends of the Prime Minister, and everything, all his policies, everything that he does is designed only to benefit them. പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ അതിസമ്പന്നരായ 5-6 വ്യവസായികളെ സഹായിക്കാനുള്ള ഒരു രാഷ്ട്രീയം, ഈ രാജ്യത്തിലെ എല്ലാ നയങ്ങളും തീരുമാനങ്ങളും അവരെ സഹായിക്കാനുള്ള രീതിയിൽ മാത്രം നടക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. So on one side
They create rifts between people, they divide people. On the other side, they make policies that benefit only the businessmen who support them and provide them with funds. ഒരു വശത്ത് അവർ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു, ജനങ്ങളെ വിഭജിക്കുന്നു. മറുവശത്ത് അവരെന്താണ് ചെയ്യുന്നത്? ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവനും, ഈ രാജ്യത്തെ മുഴുവൻ ഉപയോഗങ്ങളും, ഗവൺമെന്റിന്റെ നയങ്ങളുടെ ഉപയോഗങ്ങൾ കുറച്ച് ബിസിനസ്സുകാർക്ക് All the contracts for roads are given to them. റോഡുകൾ നിർമ്മിക്കാനുള്ള എല്ലാ കരാറുകളും അവർക്കാണ് നൽകുന്നത്. The subsidiaries of the PSUs that used to provide jobs for you, those have been handed to them. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, നിങ്ങൾക്ക് അവിടെ ജോലി ലഭിച്ചിരുന്നു, ആ സ്ഥാപനങ്ങളും ഈ പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ വ്യവസായികൾക്ക് നൽകുകയാണ്. So what rightfully belongs to you is being taken away from you. നിങ്ങൾക്ക് ന്യായമായി, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ന്യായമായി അവകാശപ്പെട്ടതെല്ലാം നിങ്ങളുടെ കൈകളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയാണ്. And at the same time, divisiveness is being spread. അതേ സമയം തന്നെ രാജ്യത്ത് വിഭാഗീയത പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. And let me tell you, I have watched politics for all my life. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ രാഷ്ട്രീയം നിരീക്ഷിച്ചു വന്ന ഒരാളാണ്. This kind of hatred that the BJP tries to spread amongst brothers and sisters, this kind of anger, this kind of fear, it never benefits the common man. ഞാനൊരു കാര്യം പറയട്ടെ, BJP രാജ്യത്ത് ജനങ്ങളുടെ ഇടയിൽ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗീയത, ദ്വേഷം, വിദ്വേഷം, ഭയം, ഇതൊരിക്കലും സാധാരണ മനുഷ്യരെ സഹായിക്കുന്ന ഒന്നല്ല. It only benefits those who are in power because of they are spreading these kind of policies. ഇങ്ങനത്തെ നയങ്ങൾ ഇവർ BJP ഗവൺമെന്റ് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഇത് സഹായിക്കുന്നത് അധികാരത്തിലിരിക്കുന്ന ആളുകളെ മാത്രമാണ്, സാധാരണക്കാരെ അല്ല. Harm only comes to the public and the people. ഇതിന്റെ ഫലമായിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപദ്രവം മാത്രമാണ് ഉണ്ടാകുന്നത്. At times of elections, at times when new governments are to be elected, real issues are not discussed. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, പുതിയ ഗവൺമെന്റുകളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെ പറ്റി ഇവിടെ ചർച്ച ചെയ്യുന്നതേയില്ല. Emotional issues are created to spread more hatred and anger. ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ വിദ്വേഷവും ദ്വേഷവും ദേഷ്യവും പരത്തുന്നതിന് വേണ്ടി വൈകാരികമായ പ്രശ്നങ്ങളാണ് ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. So that the politics of the BJP can benefit from it. അതുകൊണ്ട് രാജ്യത്ത് വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി BJPയുടെ രാഷ്ട്രീയത്തിന് അതിൽ നിന്ന് ഉപയോഗം ഉണ്ടാകുന്നതിന് വേണ്ടി അത്തരമൊരു രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത്. So what about the real issues? അപ്പൊ എന്താണ് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ? അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? What about all the young people here, educated girls and boys who cannot find jobs? ഇവിടെയുള്ള വിദ്യാസമ്പന്നരായ പെൺകുട്ടികളും ആൺകുട്ടികളും ജോലി ലഭ്യമല്ലാത്ത, ജോലി കിട്ടാത്ത, അവരെ കുറിച്ച് എന്താണ് പറയേണ്ടത്? What about all these small businesses, all these shops I see over here? ഇവിടെ കാണുന്ന ചെറിയ ചെറിയ കടകൾ, ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ, കടകൾ, അതിനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? Who are crumbling under the weight of policies like demonetization, GST. നോട്ട് നിരോധനം, ചരക്ക് സേവന നികുതി തുടങ്ങിയ തീരുമാനങ്ങളിലൂടെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ചെറിയ ചെറിയ കച്ചവടക്കാരെ കുറിച്ച് എന്താണ് പറയേണ്ടത്? Who never got any support during the entire time of COVID. കോവിഡിന്റെ സമയത്ത് യാതൊരു പിന്തുണയും കിട്ടാത്ത ഇവരെ കുറിച്ച് എന്താണ് പറയേണ്ടത്? While governments around the world were trying to support small businesses to keep them going during that difficult period. ആ വലിയ ബുദ്ധിമുട്ടുള്ള സമയത്ത് ലോകമെമ്പാടുമുള്ള ഗവൺമെന്റുകൾ ചെറിയ ചെറിയ കച്ചവടക്കാരെയും വ്യാപാര സ്ഥാപനങ്ങളെയും അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ, പിന്തുണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? Instead of doing that, our Prime Minister was telling you to bang on thalis to make COVID go away. ഇതൊക്കെ ചെയ്യുന്നതിന് പകരം നമ്മുടെ പ്രധാനമന്ത്രി അന്നേരം നിങ്ങളോട് കൈകൊട്ടാൻ, another ambulance is coming, മറ്റൊരു ആംബുലൻസ് വരുന്നു, നിങ്ങൾ വഴിമാറി കൊടുക്കണം. So what happens to these real issues? നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രധാനമന്ത്രി കോവിഡ് സമയത്ത് ചെറിയ കച്ചവടക്കാരെ സംരക്ഷിക്കുന്നവരെ നിങ്ങളോട് കൈകൊട്ടാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഇത് യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? Here in Wayanad, you're primarily an agricultural community. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ഒരു കാർഷിക സമൂഹമാണ്. Instead of helping you
Instead of giving a push to agriculture, you find that the public discussion is about things that have nothing to do with it. പക്ഷെ കൃഷിയെ സഹായിക്കുന്നതിനപ്പുറം കൃഷിക്ക് പിന്തുണ നൽകുന്നതിന് പകരം നിങ്ങൾക്ക് കാണാം ഇവിടെ ചർച്ചകൾ നടത്തുന്നത് നിങ്ങളെ ബാധിക്കാത്ത പ്രശ്നങ്ങളെ പറ്റിയാണ് ഇവിടെ ചർച്ചകൾ നടക്കുന്നത്. And in the north of India, when lakhs of farmers come protesting up to Delhi, the Prime Minister doesn't even have 2 minutes time to listen to their problems. അത് മാത്രമല്ല രാജ്യത്തിന്റെ വടക്കു ഭാഗത്ത് ലക്ഷക്കണക്കിന് കർഷകർ ഡൽഹിയിലേക്ക് പ്രതിഷേധ മാർച്ചുമായി വന്നപ്പോൾ പ്രധാനമന്ത്രിക്ക് അവരോട് സംസാരിക്കാൻ 2 മിനിറ്റ് പോലും ഇല്ലായിരുന്നു. They come during elections, they promise you MSP on your crops over here, even on rubber, but you don't see that. നിങ്ങൾ ഇലക്ഷന്റെ സമയത്ത് നിങ്ങൾ കാണും അവർ വന്നിട്ട് നിങ്ങൾക്ക് മിനിമം താങ്ങുവില നൽകുമെന്ന് പറയും, റബ്ബറിന് താങ്ങുവില നൽകുമെന്ന് പറയും, പക്ഷെ പിന്നെ അതൊന്നും നടക്കുന്നതായി നിങ്ങൾ കാണുന്നില്ല. So the question before our country today is, how long are we going to allow this kind of politics to rule over us? ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്, ഈ രാജ്യത്തുള്ള ഏറ്റവും വലിയ ചോദ്യമാണ്, എത്ര കാലം ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തെ നമ്മളെ ഭരിക്കാൻ നമ്മൾ സമ്മതിക്കുമെന്നുള്ളതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ചോദ്യം. Until slowly we lose all our rights. നമ്മൾ പതുക്കെ നമ്മുടെ ഓരോ അവകാശങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Until democracy is completely weakened. ജനാധിപത്യത്തെ പൂർണ്ണമായിട്ടും ദുർബലപ്പെടുത്തുന്നത് വരെ നമ്മൾ നോക്കിയിരിക്കണോ? And your voice, the voice of the people of India, is silenced. ഈ നാട്ടിലെ ജനങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ ശബ്ദം, ഈ രാജ്യത്തെ ഇന്ത്യയിലെ ജനങ്ങളുടെ ശബ്ദത്തെ മുഴുവൻ നിശബ്ദമാക്കുകയാണ്. Or are we going to fight for a politics of truth? അതാണോ നമ്മൾ ചെയ്യേണ്ടത്, അതോ നമ്മൾ ഒരു സത്യത്തിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി നമ്മൾ പോരാടാൻ പോവുകയാണോ? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. Where each and every person that you elect understands what it means to represent you truly. അവിടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഓരോ പ്രതിനിധിയും കൃത്യമായി മനസ്സിലാക്കുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയമാണോ നിങ്ങൾക്ക് വേണ്ടത്? Where those who are in power understand that it is not power that belongs to them, it belongs to the people. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇത്തരം ഒരു രാഷ്ട്രീയമാണോ വേണ്ടത്? അവരുടെ അധികാരത്തിലിരിക്കുന്നവർ മനസ്സിലാക്കുന്നു, ഈ ഞങ്ങളുടെ കയ്യിലുള്ള അധികാരം എന്ന് പറയുന്നത് ഞങ്ങൾക്കുള്ളതല്ല, മറിച്ച് ജനങ്ങൾക്കുള്ളതാണെന്ന് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയമാണോ നിങ്ങൾക്ക് വേണ്ടത്? So I am saying all this to you today, and I know this is a by-election, so it's at the moment unique to Wayanad that you are having another election now. But I am saying all this to you because it is very, very important for your voice to be heard today. ഞാനിന്ന് എന്തിനാണ് ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്? ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തിനാണ് പറയുന്നത്? കാരണം ഈ സമയത്ത് നിങ്ങളുടെ ശബ്ദം ഉയർന്നു കേൾക്കുക എന്നത് വളരെയധികം പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. Each and every one of you represent our country. ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. Each and every one of you represent the truth that we must all fight for. ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത് നമ്മൾ ഏത് സത്യത്തിന് വേണ്ടിയാണോ പോരാടുന്നത് ആ സത്യത്തെയാണ് നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത്. If you give me the opportunity, I would like to raise your voice in Parliament and on every other platform possible. നിങ്ങൾ എനിക്കൊരു അവസരം നൽകുകയാണെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മാത്രമല്ല ലഭ്യമായ എല്ലാ വേദികളിലും എനിക്ക് ഉയർത്തണം. I will stand side by side with you for every battle that you want to fight. നിങ്ങൾ പോരാടുന്ന നിങ്ങൾ ഓരോ യുദ്ധം നിങ്ങൾ പോരാടുമ്പോഴും നിങ്ങളുടെ ഓരോ പോരാട്ടത്തിലും നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കുന്നതായിരിക്കും. Right from the need for more jobs to the need for better access to health and education to the need for better infrastructure to the need for better sports facilities for all these young boys who are training every day to be sportsmen. അത് മാത്രമല്ല മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ, അതുപോലെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ. അത് മാത്രമല്ല ഇവിടെ നമ്മുടെ കായിക മേഖലയിൽ ഏർപ്പെടുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി മെച്ചപ്പെട്ട കായിക സൗകര്യങ്ങൾ, ഇതിനെല്ലാം വേണ്ടി നിങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടാൻ ഞാൻ ഉണ്ടാവും. Right from your everyday needs to the greatest need of this nation today, to restore a full and proper democracy where your voice is loudest, where the public rules and where power is not taken for granted by those who rule. അത് മാത്രമല്ല നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ മുതൽ ഈ രാജ്യത്ത് പൂർണ്ണമായും ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നത് വരെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദം മുഴുവൻ ഏറ്റവും ഉച്ചത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നത് വരെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പോരാടാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. In these 2 days that I have been in Wayanad, I have seen a fragment of how much you love my family and me.
ഈ 2 ദിവസം വയനാട്ടിലുണ്ടായിരുന്ന ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും എത്രമാത്രം സ്നേഹിക്കുന്നു അതിൻ്റെ ഒരു ചെറിയ ഭാഗം, ഒരു ചെറിയ അംശം മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. And that fragment has been enough to overwhelm me. ആ ചെറിയ അംശം, നിങ്ങളുടെ സ്നേഹത്തിന്റെ, വലിയ സ്നേഹത്തിന്റെ ഒരു ചെറിയ ഭാഗം തന്നെ അത്യധികമായി എന്നെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ്. Everywhere I go, you are waiting for me, hugging me, kissing me like your own daughter, your own sister. ഞാൻ എവിടെ പോയാലും നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, നിങ്ങൾ എന്നെ ആലിംഗനം ചെയ്യുകയാണ്, നിങ്ങൾ സ്വന്തം മകളെ സ്നേഹിക്കുന്ന പോലെ, സ്വന്തം സഹോദരിയെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് ഉമ്മകൾ തരികയാണ്. There is no greater honor for me than to be standing here and seeking an opportunity to represent you in parliament. നിങ്ങളുടെ മുൻപിൽ ഇവിടെ നിന്നുകൊണ്ട്, നിങ്ങളുടെ മുൻപിൽ നിങ്ങളെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കാനുള്ള ഒരു അവസരം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പോലെ, ഇതുപോലെ ഇതിലും മികച്ച ഒരു ആദരം എനിക്ക് കിട്ടാനില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. And from my heart I want to thank you for giving me this opportunity, and I want to thank you for all the love you have given me. എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും നിങ്ങൾ എനിക്ക് നൽകിയ അവസരത്തിന് നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങൾ നൽകുന്ന എല്ലാ സ്നേഹത്തിനും ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. I will not disappoint you and I will not let you down. That is my promise to you. നിങ്ങളോട് എനിക്ക് നൽകാനുള്ള വാഗ്ദാനം ഇതാണ്, ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന വാഗ്ദാനമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. Thank you for being here and for waiting for me. I know it's very hot and you must be having many other things to do today. I'll see you again soon. നിങ്ങൾ ഈ ചൂടത്ത്, എനിക്കറിയാം വലിയ ചൂടത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നു എന്നെ കാത്തു നിന്നു, അതിന് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി. നിങ്ങളെ വളരെ വേഗം നമുക്ക് വീണ്ടും കാണാം. നന്ദി, നന്ദി. പ്രിയമുള്ളവരെ, ജനാധിപത്യ വിശ്വാസികളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, പതിവിലും കവിഞ്ഞ് അരമണിക്കൂർ നേരത്തെ വയനാട് ലോക്സഭാ പാർലമെന്റ്